അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ടും മക്കൾസ് എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടും ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഹോട്ടൽ സ്റ്റൈൽ സ്പെഷ്യൽ ഷവായ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മല്ലിയില, തക്കാളി, കുരുമുളക്, ജീരകം, മഞ്ഞള്, കാശ്മീരി മുളക് പൊടി, തൈര്, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇവയെല്ലാം നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി ഏകദേശം ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തത്. നമ്മുടെ മിക്സ് ചെയ്ത മസാല ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉപ്പ് കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മസാല ചിക്കനിലേക്കിട്ട് നന്നായി മാഗ്നറ്റ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. ഇതിന്റെ മസാലയെല്ലാം നന്നായി ചിക്കനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസ്റ്റിന് പറയുന്നത്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിൽ അതിലേക്ക് ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 to 8 മിനിറ്റ് കറക്റ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാല നല്ല തിക്കായി കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഇതിന്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചിക്കൻ വേവിച്ച ഈ ഒരു മസാല നമ്മൾ നന്നായി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മസാല, ഷവായന്റെ മസാല വരുന്നത്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മസാല ചിക്കൻ. ഞാനിത് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് റൈസും കൂടി ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കാന്ന് വെച്ചു. മന്തി റൈസിന് വേണ്ടിയിട്ട് 1 കിലോ ബസുമതി റൈസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 3 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കി വെക്കുക. മന്തി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച തക്കാളിയുടെ കൂടെ വേണം നമ്മുടെ ഈ ഒരു വെള്ളം ചേർക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയാണ് എനിക്കുള്ളത്. അപ്പൊ അതിന് കണക്കായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എരിവില്ലാത്ത ഒരു 6 പച്ചമുളകും കുറച്ച് കുരുമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഉണക്ക നാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നാരങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ 2 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മാഗി ക്യൂബിൽ തന്നെ ഉപ്പ് ഉണ്ടാകും. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു മന്തി റൈസ് എല്ലാം നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചു കണ്ട് ഈസിയായി കുക്ക് ചെയ്യാൻ പറ്റുന്ന മന്തി റൈസ് ആണ്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ച ബസുമതി റൈസ് നന്നായിട്ട് വെള്ളം ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് എല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിന് സ്മോക്ക് എല്ലാം കൊടുക്കണം. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ സ്മോക്ക് ഒന്നും കൊടുക്കുന്നില്ല, സാധാ പോലെയാണ് ചെയ്യുന്നത്. ഏകദേശം 90% കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടപ്പ് തുറന്ന് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി, അത് വേണമെങ്കിൽ മാത്രം, എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഉള്ളത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മന്തി റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മഴയത്ത് തിന്നാൻ പറ്റുന്ന ഒരു സൂപ്പർ മന്തി റൈസ് ആണ്. ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു സ്പൈസി ഷവായ കൂടിയുണ്ട്. ഈ ഒരു ചിക്കന്റെ മുകളിലുള്ള ഈ ഒരു മസാലയാണ് ഇവിടെ ഹൈലൈറ്റ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.